ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. അപ്പോൾ കുറച്ച് ദിവസം വയ്യായൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. അതാണ് ബ്ലോഗ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ഈ ബ്ലോഗ് ചെയ്യുമ്പോഴും ഞാൻ അത്ര ഓക്കെ ആയിട്ടില്ലെങ്കിലും അന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിവലിന് പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊരു ബ്ലോഗൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. ഓരോ ദിവസം ഓരോ വയ്യായ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒന്നാമത് ഇവിടെ വെതർ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വയ്യായ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സൈഷേട്ടൻ കൊണ്ടുവന്ന വയ്യായ എനിക്ക് തന്ന് എൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ല. ഇത് ഈ പോകാൻ നേരമായപ്പോഴേക്കും കണ്ണിനൊരു ഇടുക്കൊക്കെ വന്ന് ഞാനത് അമ്മേനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് അത്രത്തോളം ഓക്കെ ആയിട്ടില്ല. ഓരോ ദിവസവും ഓരോ വയ്യായ വന്നും പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടില്ല അതുവരെയും. ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടുമില്ല. എന്നെ തന്നെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് അതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് ഫെസ്റ്റിവലിന് ഇറങ്ങാൻ വിചാരിച്ചു. എനിക്ക് ഭക്ഷണം കഴിക്കാനും പറ്റില്ല, കാരണം വായയ്ക്ക് ഒന്നാമത് പനി വന്നപ്പോൾ ടേസ്റ്റ് അറിയുന്നില്ല. പക്ഷെ വായയിൽ പുണ്ണ് വന്നിട്ടും അതേപോലെ പല്ല് വരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വായ ഫുള്ള് നെയ്റ്റിലും പുകച്ചിലൊക്കെയാണ്. അപ്പോൾ ഇവർ കഴിച്ചോട്ടെ, ഞാൻ കൂടെ പോകാമെന്നുള്ളതിൽ പോവുകയാണ് കേട്ടോ. അതുതന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് അമ്മ, എനിക്കല്ല ഇവർക്ക് കഴിക്കാറുണ്ട് പൈനാപ്പിൾ മുറിച്ച് കൊണ്ടുവന്ന് എൻ്റെ വയലിട്ടെന്നാൽ എനിക്ക് വയലാകെ ഒരു പുളിയല്ല ഒരു നീറ്റലൊക്കെയാണ് അറിഞ്ഞിരുന്നത് കേട്ടോ. വേറെ ടേസ്റ്റുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയാൻ പറ്റില്ല. പിന്നെ എരിച്ചിലാണ് മൊത്തം. എരിവ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, വേറെ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കെ കനിമോള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനിമോള് വർത്താനം കേൾക്കാനല്ലേ നീ? ഞാൻ റെഡി ആയി കഴിഞ്ഞു. നീ മമ്മി റെഡി കഴിഞ്ഞു. മമ്മീൻ്റെ കണ്ണൊക്കെ വീർത്തിരിക്കുന്നില്ലേ? അത് മമ്മി പാടും. കണ്ണില് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ കണ്ണില അപ്പം ഞങ്ങള് രണ്ടും സെയിം ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ സെയിം ഇല്ല. പക്ഷെ ഇത് മാത്രം സെയിം ആയി. എനിക്ക് ഷോർട്ട് വരും, പക്ഷെ ബ്ലാക്ക് സാരമില്ല. പോട്ടെ. മമ്മിക്ക് റെഡി ആവട്ടെ, ഡാഡി ചീത്ത പറയും. ഇപ്പൊ റെഡി ആയില്ലേ? മത്സരം അപ്പോൾ കനിമോളെ സംസാരം കേട്ടല്ലോ അല്ലേ? അവൾക്കിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഞാൻ അവൾ ഒരുപോലത്തെ ഡ്രസ്സായിരിക്കണം, ഒരുപോലെ ഹെയർ സ്റ്റൈലായിരിക്കണം, എല്ലാം ഇങ്ങനെ നോക്കൂട്ടോ ഞാൻ എന്താ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവൾക്കും വേണം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കാറിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അത് കനിമോൾക്കുള്ളതാണ് കേട്ടോ. അതെടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കണം. അപ്പോൾ കുറച്ച് ചിപ്സും നട്ട്സും പിന്നെ ചോക്ലേറ്റ്സൊക്കെ കയ്യിലെടുത്ത് വയ്ക്കും. എങ്ങാനും ട്രാഫിക്കിലൊക്കെ പെട്ട് നമ്മൾ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലെല്ലാം ഉണ്ടാവുമല്ലോ അവൾ ചോദിക്കുന്നത് എന്നിട്ട് അങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ എവിടെ പോവുകയാണെങ്കിലും. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. കനിമോൾ സ്വെറ്ററും ഷൂ ഒക്കെ ഇട്ട് സെറ്റായി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് സ്വെറ്ററൊക്കെ ഇട്ട് കുറച്ച് മടിയാണ് കേട്ടോ. എത്ര തണുപ്പാണെങ്കിലും സ്വെറ്ററൊന്നും ഇവിടെ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴത്തെയും പോലെ ഇറങ്ങുമെങ്കിലും ഞാൻ രണ്ടാമതൊന്നും കൂടി എൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് തിരിച്ചു വരാറുള്ളൂ. എന്തെങ്കിലും ഒന്ന് മറക്കും. അങ്ങനെ മറന്ന് അത് തിരിച്ചെടുത്ത് ഞാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് ഫെസ്റ്റിവലിനാണ് പോകുന്നതെന്നുള്ളത്. ഫെബ്രുവരി 8 തുടങ്ങിയതായിരുന്നു, 24 അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഞങ്ങളും ഇതുപോലെ ഫുഡ് ഫെസ്റ്റിവലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും വന്ന സ്ഥിതിക്കും നമുക്കത് കൂടാനുള്ളൊരു അവസരമായല്ലോ. അങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. എന്താ പറയുക, ഒന്നാമത്തെ വീക്കെൻഡ് കൂടെയായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ അതുകൊണ്ടും അതേപോലെ തന്നെ ഈ ഫുഡ് ഫെസ്റ്റിവലിനും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ എന്താ പറയുക ട്രാഫിക്കും ഇതൊക്കെ വരുമ്പോൾ ഞാനും കനിമോളെ എപ്പോഴും അതിനെ ആസ്വദിക്കുന്നത്. ഞങ്ങൾക്കറിയാവുന്ന പാട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വരുമ്പോൾ ഡാൻസ് കളിച്ചിട്ടും അത് പാടിയിട്ടൊക്കെയാണ് ഞങ്ങൾ കാറിൽ ആനന്ദകരമാക്കാറുള്ളത് കേട്ടോ. ഇതേതാ പാട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നോക്കി നോക്കൂ കേട്ടോ ഒന്ന്. അങ്ങനെ അച്ഛനും അമ്മയും സൈഷേട്ടനോടെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിൽ തന്നെയായിരുന്നു കേട്ടോ. കണ്ടില്ലേ ട്രാഫിക്, ഭയങ്കര ട്രാഫിക്. ഇനി ഫുഡ് ഫെസ്റ്റിവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറാസി ഗലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള മാളിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക കേട്ടോ. പാർക്ക് ചെയ്ത ശേഷം അവിടുന്ന് ഗേറ്റ് 2 നമ്മൾ ബസ് പിടിച്ചിട്ട് വേണം പോകാൻ.
അവിടുന്ന് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. അങ്ങനെയാണ് കേട്ടോ. അതേ മറാസി ഗലറിയ എന്ന് പറഞ്ഞിട്ടുള്ള മാളിലേക്കാണ് ഞങ്ങളിത് എത്തിയത് കേട്ടോ. അപ്പോഴത്തേക്കും കനിമോൾ ഉറങ്ങിപ്പോയിരുന്നു. കനിമോൾ ഉറങ്ങുന്നതിന് മുന്നേ കണ്ടീഷൻ പറയാറുണ്ട് അവിടെ എത്തി എന്നെ അപ്പം വിളിക്കണം എന്നുള്ളത്. അപ്പോൾ ദേ അവളെ എടുത്ത് പോയി ഞങ്ങൾ അവളെ ഉണർത്തുകയാണ് കേട്ടോ. ആൾ ഉണർന്നു കഴിഞ്ഞാൽ പുറത്താണെന്നുള്ളതുകൊണ്ട് തന്നെ അത്ര വാശി ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഞാനെടുത്ത് ഞാനെന്നെ നോക്കിയാക്കി കൊണ്ടുവരണം. കുറച്ച് നേരത്തേക്കൊന്ന് ഒരു സ്നേഹപ്രകടനം, ഒരു കൊഞ്ചലൊക്കെ കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ശരിയാവാറുള്ളൂ. അങ്ങനെ ദേ അവളെ റെഡിയാക്കുകയാണ് കേട്ടോ. ഓരോന്ന് പറയുമായിരുന്നു. ഞാൻ ആ ഫുഡ് ഫെസ്റ്റിവലിൽ കുട്ടികൾക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവർക്കും കുറച്ച് ഉഷാറാവല്ലോ. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് 2ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് മുന്നോടിയായിട്ട് ആദ്യം ഞങ്ങൾ പോയത് റെസ്റ്റ് റൂമിലേക്കാണ്. നമ്മളെവിടെ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ കയറുന്ന സ്ഥലം റെസ്റ്റ് റൂമാണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മോളിക്കൂടെ ഗേറ്റ് 2 തപ്പി പോവുകയാണ് കേട്ടോ. ആ പോകുന്ന വഴി നല്ലൊരു കാഴ്ച കണ്ടു. ദേ കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ലയിച്ച് നിന്ന് പോയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ പോകണ്ടേന്ന് പറഞ്ഞ സൈഷറിനും അച്ഛനും വന്ന് വിളിച്ച് ഞങ്ങളിതേ ബസ് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിൽ കയറുകയാണ്. അപ്പം ബസ്സിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്കെന്ന് പറഞ്ഞ പോലെ ആ ലാസ്റ്റ് റോ അങ്ങ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് റോ മാത്രമല്ല കുറേ സിംഗിൾ സീറ്റുകളും ഒഴിവുണ്ടായിരുന്നു. അപ്പം ഞാനുള്ളിൽ വിചാരിച്ചു ഫുഡ് ഫെസ്റ്റിവലിന് അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, കാരണം കഴിയാനായി തുടങ്ങിയല്ലോ. അതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് പോയി വരാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ എത്തിയിട്ടുള്ള കാഴ്ച നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ദേ അവിടെ എത്തി. അവിടെ എത്തുമ്പോഴും നമുക്ക് തോന്നും അത്ര തിരക്കൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ കേട്ടോ. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്തും ഇതേപോലെ പ്രോഗ്രാംസും കുറച്ച് ഫുഡ് ട്രക്സൊക്കെ ഉണ്ട്, അതേപോലെ അപ്പുറത്തെ സൈഡിലും. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് തിരക്കുള്ള ഭാഗത്തേക്കായിരുന്നു പോയിരുന്നു കേട്ടോ. അവിടെ പോയി കണ്ടപ്പോഴല്ലേ അറിയുന്നതേ, കണ്ടു നോക്കൂ ഭയങ്കര റഷായിരുന്നു. ആ ഫുഡ് ട്രക്കിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുക തന്നെയായിരുന്നു കേട്ടോ ആൾക്കാർ. പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈനിങ് ആയിട്ട് പല വേഷങ്ങളൊക്കെ കെട്ടിയിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ കൗവിൻ്റെയും അതേപോലെ തന്നെ പിന്നെ കോഴി, പിന്നെ അതുപോലെ എന്തൊക്കെയോ അങ്ങനെ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിന്നെ ജോക്കർ അവർക്ക് ബലൂണൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഏതൊക്കെ കളറാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്കുണ്ട്. ചെറിയ രീതിയിലൊരു പാർക്കൊക്കെ അറേഞ്ച് ചെയ്ത് നന്നായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഫുഡും നമ്മൾ ആദ്യം കൂടുതലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യസ്ഥിതി അത്രത്തോളം നല്ലതായിരുന്നില്ല. പിന്നെ പുറത്താണെങ്കിൽ നല്ല തണുപ്പും, നമുക്ക് അത്രത്തോളം നേരം ചിലവഴിക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. ഭയങ്കര കാറ്റും തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വയ്യായി ഇങ്ങനെ പോയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ തിരക്ക് കണ്ടില്ലേ, നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു കൗ ഉണ്ടായിരുന്നു, ആ കൗവാണ് കേട്ടോ ആ നിൽക്കുന്നത്. കനിമോള് പോയി ഷേക്കാൻ്റൊക്കെ കൊടുത്ത് സംസാരിച്ചിട്ടോ വന്നിരുന്നു. കഴിക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ കണ്ണ് മൊത്തം ഫുഡ് ട്രാക്കിലേക്കാണെങ്കിലും കനിമോൾ അന്വേഷിക്കുന്ന മൊത്തം മമ്മി പറഞ്ഞ പാർക്ക് എവിടെയെന്നായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് കയറ്റിയിരുന്നാൽ പിന്നെ കുറച്ച് നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ അത്ഭുതകരമായിട്ട് തോന്നിയതൊക്കെ ഈ ഡോണറ്റും ഇതിൻ്റെയൊക്കെ ഷേപ്പിലോട്ടൊന്നും ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ടും എനിക്കിഷ്ടം തോന്നിയിരുന്നത് ഒരു മോണിൻ്റെ രീതിയിലുള്ളൊരു സ്വിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോയിലൊക്കെ കണ്ടിരുന്നു, പലരും വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു ഞാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്കാണ് പിന്നെ ഞങ്ങൾ വേഗം പോയത്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇതിൽ കയറാൻ വേണ്ടി കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒഴിഞ്ഞു കിട്ടലില്ല. നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ അടുത്ത ടീം കയറും, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവളെ ഇരുത്തി ഒന്ന് ഫോട്ടോയും വീഡിയോ എടുത്ത ശേഷം വേഗം മാറിക്കൊടുത്തു കേട്ടോ. ബാക്കിയുള്ളവർക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമല്ലോ. അങ്ങനെ പിന്നെ അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ കനിമോളുടെ ഫേവറേറ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. ബബിൾസിൻ്റെ സെക്ഷനായിരുന്നു. ഒരു പുള്ളി കണ്ടില്ലേ ഇങ്ങനെ ബബിൾസ് വിട്ടുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് ആ ബബിൾസൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് അവൾ കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇത് മാത്രമായിരുന്നില്ല, അവിടെ ഗെയിം സെക്ഷനും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പാണ്, പിന്നെ ആരോഗ്യം അത്രത്തോളം ഒക്കെ ഇരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാനും അങ്ങനെ ഇതിനും പറ്റില്ലല്ലോ എന്ന് കണ്ടിട്ട് പോയതായിരുന്നു. പിന്നെ ഗെയിംസ് ഒന്നും കളിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് സെക്ഷനിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിപ്പോന്നു. ഈ വീഡിയോ എടുത്തുന്ന ആൾ എൻ്റെ അമ്മയാട്ടോ. അമ്മേനെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വീഡിയോ എടുക്കേണ്ടതൊക്കെ. അപ്പോൾ എങ്ങനെയൊക്കെയോ പാവം കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ വീഡിയോ ചെയ്തു തരാറിഞ്ഞാൽ. പക്ഷേ എൻ്റെ ആരോഗ്യം അത്രത്തോളം ഓക്കെ അല്ലാത്തതുകൊണ്ട് അത്ര വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നഗ്ന സത്യം. പിന്നെ
ദേ ചുമ്മാ ഒന്ന് പോയി നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ അതൊക്കെ എടുത്ത്. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നോക്കി വെച്ചിരുന്നത് ഒരു പൊട്ടറ്റോ ടവർ എന്നാണ്. ദേ ഈ പൊട്ടറ്റോ ടവർ എന്നാണ് കേട്ടോ. അപ്പോൾ സൈഷറിനും അച്ഛനും പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നു. ഞങ്ങൾ അവിടെ പോയി സീറ്റൊക്കെ പിടിച്ചപ്പോൾ കനിമോൾ ദേ അവിടെ കുറച്ച് സ്പ്രിങ്സ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് അവൾക്കൊരു അത്ഭുതമായിട്ട് പോയി നോക്കി ഓടി വരികയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും ഒന്ന് ഇടയ്ക്ക് പോയി നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും ഈ ഫുഡൊക്കെ എത്തിയിരുന്നു കേട്ടോ. ഈ ഒരു പൊട്ടറ്റോ ഫില്ലും ഈ പൊട്ടറ്റോ റോളൊക്കെയാണ് വാങ്ങിയിരുന്നത്, പല ഫ്ലേവറിലുള്ള. പക്ഷേ ഞാൻ ഒന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. കഴിച്ചത് മൊത്തം അച്ഛനും അമ്മയും സൈഷറിനും മോളും ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വായിക്ക് ഒട്ടും വയ്യായിരുന്നു. പല്ല് വരുന്നതിൻ്റെ വേദനയും 2 സൈഡിലും, അത് മാത്രമല്ല പുണ്ണും എല്ലാം ഉണ്ടായിരുന്നു. ഇതേ ഞാൻ പറഞ്ഞില്ലേ സ്പ്രിങ്ങിൻ്റെ ഏരിയ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ കനിമോക്ക് അത് പിടിച്ച് വലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അവർക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പൊക്കി നോക്കിയെങ്കിലും കിട്ടിയില്ല കേട്ടോ. നല്ല ഹൈറ്റിലാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ടില്ലേ നല്ല റഷായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കറക്റ്റ് ടീ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ. അപ്പോൾ സൈഷറിനും അച്ഛനും കറക്റ്റ് ടീ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ കനിമോളെ ഇട്ടതേ ഈ ചിക്കൻ്റെ അടുത്തേക്കാണ് പോയിരുന്നു കേട്ടോ. പുള്ളി അവിടെ ഇങ്ങനെ എല്ലാവരും ആയിട്ട് തിരക്കിലായിരുന്നു. എത്തിയ ശേഷം ഞങ്ങൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പുള്ളി വന്നിട്ട് എല്ലാവരും പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആരാന്നല്ലേ ദേ കണ്ടോ, ഈ വ്യക്തി അവിടെ ഇരിക്കുന്നവരൊക്കെ പോയി ഞെട്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ആർപ്പും വിളിയൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഓർക്കാപ്പുറത്ത് വന്നിട്ടാണ് ഒച്ച ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആരായാലും പേടിക്കുമല്ലോ, അതായിരുന്നു പുള്ളിയുടെ വിനോദം. അപ്പോഴത്തേക്കും കനിമോള് ബലൂണൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ കനിമോള് ബലൂണൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ തിരിച്ചു പോകാനുള്ള പ്ലാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ മിറർ പിന്നെ വിടൂ. പിന്നെ അവിടെയും കുറച്ച് നേരം പ്രഹസനം കഴിച്ചു. അതിന് ശേഷം കണ്ടൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, കണ്ടോളേ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എനിക്ക് ആ പുള്ളിയെ കണ്ടപ്പോൾ ഉപ്പുമുളകിലൊരു ഋഷി ഉണ്ടായിരുന്നല്ലോ മുടിയൻ, പുള്ളിയായിട്ട് ഓർമ്മ വന്ന് പുള്ളിയുടെ മുടി കണ്ടപ്പോൾ. അതിന് ശേഷം ഞങ്ങൾ ആ പ്രോഗ്രാം കണ്ട് കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം തിരിച്ച് മടങ്ങായിട്ടോ. അപ്പം നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചും കൊണ്ടാക്കാൻ നമ്മളെ ബസ് വരും കേട്ടോ. അപ്പം ഞങ്ങൾ ആ ബസ് കാത്ത് നിൽക്കണം. ദേ ഞങ്ങൾ ബസ്സെത്തി. ബസ്സിൽ വലിയ തിരക്കൊന്നും പറഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട് സീറ്റിൽ തന്നെയായിരുന്നു ഞാനും അമ്മയും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.